ഏകലവ്യൻ ഒരു ആദിവാസി ഗ്രാമത്തിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളിയാകാൻ അവൻ ആഗ്രഹിച്ചു. രാജകുമാരന്മാരുടെ ഗുരുവായ ഗുരുദ്രോണാചാര്യരുടെ അടുത്തേക്ക് പോയി തന്നെ ശിഷ്യനാകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ദ്രോണർ ഇല്ല എന്ന് പറഞ്ഞു. കാരണം ഏകലവ്യൻ ഒരു രാജകുടുംബത്തിൽ നിന്നുള്ളവല്ല. ഏകലവ്യൻ തളർന്നില്ല. ദ്രോണരുടെ കളിമൺ പ്രതിമ ഉണ്ടാക്കി എല്ലാ ദിവസവും കാട്ടിൽ പരിശീലനം നടത്തി. ഒരു ദിവസം കുരയ്ക്കുന്ന ഒരു നായയെ വായിൽ അമ്പെയ്ത്ത് നിർത്തി, അതിനെ വേദനിപ്പിക്കാതെ. ദ്രോണർ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. ഏകലവ്യൻ സ്വയം വളരെ വൈദഗ്ധ്യമുള്ളവനായി. ദ്രോണർ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഗുരുവാണെങ്കിൽ എനിക്ക് ഗുരുദക്ഷിണ തരൂ. എനിക്ക് നിങ്ങളുടെ വലതു തള്ളവിരൽ വേണം. തന്റെ തള്ളവിരൽ ഇല്ലാതെ അമ്പുകൾ എയ്യാൻ കഴിയില്ലെന്ന് ഏകലവ്യന് അറിയാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം അത് മുറിച്ച് ദ്രോണർക്ക് നൽകി.